പള്ളിയിൽ പോകാറുണ്ടോ? ഞാനിപ്പോൾ പോകാറില്ല. പോകാൻ പറ്റുന്നുണ്ടോ? പള്ളിയിൽ ഞാൻ റാമ്പ് വെപ്പിച്ചാണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞു വെപ്പിച്ചാണ്. ഓക്കെ. പക്ഷെ ഇപ്പോൾ എനിക്ക് ദൈവം അങ്ങനെ ഒരു ഇതിലൊന്നും വിശ്വാസമില്ല. ഓക്കെ, മതിയായി. എത്ര പേർക്ക് ആരാധനാലയങ്ങളിൽ പോകാൻ സാധിക്കുന്നുണ്ട്? സത്യം അതാണ്. ഈ പല ഫേമസ് ആയിട്ടുള്ള പേരുകളെടുത്ത് പറയുന്നില്ല, ഫേമസ് ആയിട്ടുള്ള അതിപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ ആയിക്കൊള്ളട്ടെ, മുസ്ലിംസിൻ്റെ ആയിക്കൊള്ളട്ടെ, ഹിന്ദുക്കളുടെ ആയിക്കൊള്ളട്ടെ, എല്ലാ സ്ഥലങ്ങളിലും ആഗ്രഹമുള്ളൊരു പോട്ടെ, നമ്മളതിനെ തടയുന്നില്ല. പക്ഷെ അത് പോകാനുള്ള ഒരു ഇതില്ല. പല സ്ഥലങ്ങളിലും ഈ വീൽ ചെയറായിട്ട്, എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഹിന്ദുസിൻ്റെ ഇതിലാന്ന് തോന്നുന്നു, വീൽ ചെയറായിട്ട് പോകുമ്പോൾ വീൽ ചെയറുമ്പോൾ മണ്ണുണ്ടെന്നും പറഞ്ഞുകൊണ്ട് മിക്കപ്പോഴും ഞങ്ങളുടെ ഗ്രൂപ്പിൽ കേൾക്കാറുണ്ട്. വീൽ ചെയറുമ്പോൾ മണ്ണുണ്ട്, അതുകൊണ്ട് അത് അശുദ്ധമാകുമോ അങ്ങനെ എന്തൊക്കെയോ. സത്യമായിട്ടും അല്ല, നടന്നിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വീൽ ചെയറുമ്പോൾ മണ്ണുള്ളതിൻ്റെ പേരിൽ അത് അകത്തോട്ട് കയറിയാൽ അത് അശുദ്ധമാകും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അത്തരത്തിൽ വരെ പ്രശ്നങ്ങളുണ്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇന്നലെ മിനിഞ്ഞാന്ന് എന്നെ ഗുരുവായൂർ പോയിട്ട് നമ്മുടെ ഒരു പാരൻറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അന്നദാനം നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കുട്ടിയെ കൊണ്ടുപോയി ചെന്നിട്ട് പോലും അവർ വേണ്ടത്ര പരിഗണന കൊടുത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് കുറേ വിഷയമുണ്ടായി. അപ്പോൾ അവർക്ക് അത്രയും ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ പ്രതികരിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല. പിന്നീട് എന്നോട് വന്ന് ചോദിച്ചു, എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചു, ഇത് എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രശ്നം ഉണ്ടായതിൻ്റെ എവിഡൻസ് എന്തെങ്കിലും കൊടുത്തു. അപ്പോൾ അവരുടെ കയ്യിൽ അതുമില്ല. അതൊന്നുമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ അതാണ് വിഷയം. നമുക്ക് ഈ പ്രതികരിക്കുന്നവനെ കുറ്റം. ഇപ്പം ഞാൻ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ വോട്ട് ചെയ്യാനായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളിലേക്ക് ചെന്നു. ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ വിളിച്ചു ചോദിച്ചു, എല്ലാം ഓക്കെ അല്ലേ, ചെന്നിട്ട് വേറെ വിഷയം ഉണ്ടാവണ്ടല്ലോ എന്ന് വെച്ചാൽ വിളിച്ചു ചോദിച്ചത്. മെമ്പർ അടക്കം പറഞ്ഞു, ധൈര്യമായിട്ട് വരും, ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണെന്ന് പറഞ്ഞു. ഞാനവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളിപ്പെട്ടിയുടെ പലകില്ലേ, തക്കാളിപ്പെട്ടിയുടെ പലക, ഈ പലകയും വെച്ച് റാമ്പ് ഉണ്ടാക്കി വെച്ചേക്കാണ്. ഞാൻ ചോദിച്ചു, ഇവിടെ ഈ വോട്ട് ചെയ്യാൻ വരുന്നവർക്ക് സ്വാധീനിക്കാൻ വേണ്ടി വല്ല തക്കാളി വിതരണം എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇല്ല മോനെ, എന്ത് പറ്റി, പിന്നെന്താണ് ഈ കാണിച്ചു വെച്ചേക്കണെന്ന് ചോദിച്ചു. അത് റാമ്പ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അവിടെ പോലീസുകാർ ഇപ്പോൾ ഉണ്ടായിരുന്നു സെക്യൂരിറ്റിക്കായിട്ട്, നിങ്ങൾ 2 പോലീസുകാർ ആ റാമ്പ് ഒന്ന് നിന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. ആ റാമ്പിൽ കൂടെയുള്ള എന്നെ വീൽ ചെയർ അടക്കം കൊണ്ടുപോകാൻ പോകുന്നത്. പോലീസുകാർ പറഞ്ഞു, ഞങ്ങൾ നിൽക്കൂല എന്ന് പറഞ്ഞു. അതായത് അവർക്ക് പോലും ധൈര്യമില്ല ഈ പലകമ്മ കയറി നിൽക്കാനായിട്ട്. എന്നിട്ടാണ് ഈ വീൽ ചെയറും വെച്ച് എന്നെ അത് പൊക്കിയിരുത്താൻ പോണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പോലും ധൈര്യമില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ കയറും ഇതുമ്മേ? അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഞങ്ങളെ വീൽ ചെയർ അടക്കം പൊക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പൊക്കലും ഇരുത്തലും ഒന്നും ഞാൻ അനുവദിക്കില്ല. ഇനി എന്നോട് നിന്ന് പൊക്കുന്നുണ്ടെങ്കിൽ ഞാൻ വന്ന വാഹനത്തിലോട്ട് കയറ്റിയിരുത്തൽ, അതല്ലാതെ അത് അങ്ങോട്ടേക്ക് പൊക്കിയിരുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവന്റ് മാനേജ്മെന്റിനെ വിളിച്ച് അവരെ കൊണ്ട് പോർട്ടബിൾ റാമ്പ് വെപ്പിച്ച് 1.5 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്ത്. 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് റാമ്പ് വെപ്പിച്ചിട്ട് വോട്ട് ചെയ്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ 2022. ഇത്തവണ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, പള്ളിയുടെ ഹാളെന്ന് പറഞ്ഞില്ലേ, അവിടെ ഞാൻ ഓൾറെഡി കേസ് കൊടുത്ത് ചെയ്യിപ്പിച്ച ഏരിയയാണ്. അതുകൊണ്ട് മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ശാന്തി സമാധാനത്തിൽ പോയി വന്നു, വോട്ട് ചെയ്യാൻ പോയി. കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതൊക്കെയാണ് നമ്മുടെ അവസ്ഥകൾ. ശരിക്കും ഇപ്പോൾ മാനസിക വൈകല്യമുള്ള ആളുകൾക്ക് വോട്ടില്ലല്ലോ, അവർക്ക് വോട്ടില്ല. അപ്പോൾ അവരെ തഴഞ്ഞിട്ടിരിക്കുക, കാരണം വോട്ടും ഇല്ലല്ലോ. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് വോട്ടുണ്ട്, ആ ഒരു ഉദ്ദേശത്തിലെങ്കിലും വോട്ട് കിട്ടുന്നെങ്കിലും വെച്ചിട്ട് തഴയാൻ പാടില്ല അവർ രാഷ്ട്രീയക്കാർ, അല്ലേ? ഇത് ഞങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലവർ പറയും ഇലക്ഷൻ സമയത്തെങ്കിലും വില കൽപ്പിക്കാറുണ്ടെന്ന് പറയും. അതുമില്ല ചില സമയത്ത്. കാരണം അവർക്കറിയാം ഇത്ര ശതമാനമേ ഉള്ളൂ ആൾക്കാർ, അവർ ചെയ്തില്ലെങ്കിലും മൈനോറിറ്റി അല്ലേ. അപ്പം അതുകൊണ്ട് എല്ലാം ഒരു പ്രഹസനമാണ്. പിന്നെ വേറൊരു സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഈ അവസ്ഥയിൽ ജീവിച്ച് പോകുന്നതിൻ്റെ ആയിരിക്കാം, ഈ ഡിസേബിലിറ്റി ഉള്ളവർക്ക് തന്നെ ഒരു ചിന്തയുണ്ട്, നമ്മൾക്ക് 2000 രൂപ പെൻഷൻ ആയില്ലേ, നമ്മളിങ്ങനെ അത് വാങ്ങി വീട്ടിലിരിക്കേണ്ടതാണ്, നമ്മൾ വേറെ കൂടുതലായിട്ട് തർക്കിക്കാനോ ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാരെന്ത് വിചാരിക്കും. ഒരുപക്ഷെ അവരെ അത്തരത്തിൽ ചിന്തിപ്പിക്കാനായിട്ട് കുറേ ഘടകങ്ങളുണ്ടാകാം. ഈ പറഞ്ഞതുപോലെ ഇപ്പം ഞാനടക്കം പറയണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും സഹായത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു സഹായം ഇനി ഇല്ലാതാകുമോ എന്ന ചിന്തയായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടുകാരായിരിക്കാം, ഇവർക്ക് പ്രതികരിക്കണമെന്നുണ്ടാകാം, ചിലപ്പോൾ വീട്ടുകാർ അതിന് തടസ്സമായിരിക്കാം. ഒരുപാട് ഘടകങ്ങളുണ്ടാകാം. എങ്കിൽ പോലും നമ്മളിങ്ങനെ മിണ്ടാതിരിക്കും തോറും നമ്മൾ മാക്സിമം തഴയുന്നൊരവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ചേട്ടനൊന്ന് ഒരുപക്ഷെ കേട്ട് കാണും. നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം 2022 മുതൽ ഈ ഒരു നിമിഷം വരെ 30ഓളം കേസുകളാണ് ഇത്തരത്തിലുള്ള കുട്ടികളെ കൊന്നുകൊണ്ട് മാതാപിതാക്കൾ സൂയിസൈഡ് ചെയ്യുന്ന അവസ്ഥ. 30ഓളം കേസുകൾ. എത്ര മീഡിയ അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ചേട്ടൻ ചോദിച്ചു ദൈവവിശ്വാസിയാണോ എന്ന് ചോദിച്ചു. ഞാൻ അല്ലെന്ന് പറയേണ്ട കാര്യം, ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് നോക്കണേ ഞാൻ ക്രിസ്തു മതവിശ്വാസിയാണ്. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ വിശ്വസിക്കുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മടുത്തിട്ടാണ്. ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ, ഇത്തരം നമ്മൾ അറിയേണ്ട കുറേ വാർത്തകൾ നമ്മൾ അറിയിക്കാതെ ഈ ദൈവങ്ങളുടെയും രാഷ്ട്രീയത്തിൻ്റെയും പേരും പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകളും അത് സംബന്ധിച്ച് ഇത് എത്രമാത്രമാണ് ലൈവുകൾ വരുന്നത്. അല്ലെങ്കിൽ ചേട്ടൻ ഞാൻ പറഞ്ഞപ്പോൾ ഈ ഒരു കേസ് പോലും അറിയുന്നത്, എത്ര മീഡിയ അതിനെക്കുറിച്ച് വാർത്ത ചെയ്യുന്നുണ്ട്.
അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മീഡിയക്കാർ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിത് വാർത്ത ചെയ്താലും കാണാനായിട്ട് ആളില്ല. അവരെ സംബന്ധിച്ച് വ്യൂസ് അല്ലേ, റേറ്റിംഗ് അല്ലേ മുഖ്യം. അതില്ലാത്തതിൻ്റെ പേരിൽ അതും അറിയുന്നില്ല. ഇതെല്ലാമാണ് അവസ്ഥകൾ. ഇതിനെല്ലാം പരിഹാരമാവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട അസിസ്റ്റീവ് വില്ലേജുകൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അതായത് കഴിയുമെങ്കിൽ എല്ലാ ജില്ലകളിലും ഗവൺമെൻറ് മോണിറ്ററിംഗ് കൂടെ. ഞാനൊരിക്കലും സ്വകാര്യമായിട്ട് ഓൾറെഡി ഉണ്ട് ഇത്തരം കൺസെപ്റ്റുകളുണ്ട്, പുനരധിവാസ കേന്ദ്രങ്ങളുണ്ട്. ഞാൻ അവരെ കുറ്റം പറയുകയല്ല. പക്ഷേ അവിടെ ഗവൺമെൻറ് മോണിറ്ററിംഗ് ഇല്ല. അതില്ലാത്തതിൻ്റെ കുറവുകൊണ്ടായിരിക്കും പല വിധത്തിലുള്ള ചില ചൂഷണങ്ങൾ അവിടെ നടക്കുന്നതായിട്ട് നമുക്കറിയുന്നുണ്ട്. ഞാൻ ആരെയും പേര് കുറ്റപ്പെടുത്താനോ ഞാനില്ല. അവിടെ എല്ലാം വേണ്ടത് ഗവൺമെൻറ് മോണിറ്ററിംഗ്. സ്വകാര്യമായിട്ട് തുടങ്ങുകയാണെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് വേണം. ഒപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇതോടുകൂടി സപ്പോർട്ടോടുകൂടി തന്നെ അസിസ്റ്റീവ് വില്ലേജുകൾ വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ നാളെ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ വീട്ടുകാർ ഇല്ലാതായാലും എനിക്ക് ജീവിക്കണ്ടേ. ഇല്ലാതായാലും മാത്രമല്ല, ഞാൻ ഇപ്പോൾ എൻ്റെ കൂടെ അമ്മേനെയും അപ്പച്ചനെയും യാത്രകൾ കൊണ്ടുപോകുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും യാത്ര ചെയ്യുന്ന എൻ്റെ കൂടെ ഞാൻ പുറത്തിറങ്ങുമ്പോഴാണ്. അപ്പോൾ അവർക്ക് മാനസികമായിട്ടൊരു ഉല്ലാസം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം എന്നെ കുറച്ച് ദിവസം എവിടെയെങ്കിലും മാറ്റി നിർത്തണം. അവർക്ക് എവിടെയെങ്കിലും യാത്ര പോകണമെന്നുണ്ടെങ്കിൽ അവർ പൊക്കോട്ടെ. അപ്പോൾ അതിനും ഈ ഒരു സംവിധാനം ഉപയോഗിച്ചുകൂടെ? ഇപ്പോൾ വിദേശ രാജ്യങ്ങൾ ഓൾറെഡി ഉണ്ട് അത്തരത്തിൽ. അവിടെ നിന്ന് എനിക്കൊന്ന് നിർബന്ധമാണെന്ന് തോന്നുന്നത്. പാരൻസ് ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും വർഷത്തിലൊരിക്കൽ എന്താ പോകണം, നിർബന്ധം എന്തുവാണ്. ആ ദിവസങ്ങളിൽ അവരെ പരിചരിക്കാനായിട്ട് കൃത്യമായിട്ട് 3 നേരം അവിടെ ഗവൺമെൻറ് ആളെ വിട്ടിരിക്കും. അത് മാത്രമല്ല, അവിടെ നോക്കാനായിട്ടൊരു നേഴ്സിനെ അനുവദിക്കും. അതിൻ്റെ തുക ഗവൺമെൻറ് തന്നെ അനുവദിക്കും.